ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാം. അഞ്ചാമത്തെ മത്സരത്തിൽ ആദ്യ പോയിന്റ് കരസ്ഥമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ തളക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളി സൂപ്പർ താരമായ മുഹമ്മദ് അജ്സലാണ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ ഹെഡർ ഗോളാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിലപ്പെട്ട ഒരു പോയിന്റ് നേടിക്കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു 11 ഡേവിഡ് കാറ്റ്ല ഇറക്കിയത്. അതായത് 2 വിദേശ താരങ്ങളെ മാത്രമേ അദ്ദേഹം കളിപ്പിച്ചത്. എൻഡിയായ ഫാളു തന്റെ അരങ്ങേറ്റം നടത്തി. മുന്നേറ്റത്തിൽ കെവിൻ യോക്ക ആയിരുന്നു വിദേശ സാന്നിധ്യം. 5 ഡിഫൻഡർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു അദ്ദേഹം പുറത്തിറക്കിയത്. മത്സരത്തിന്റെ 10ാമത്തെ മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വഴങ്ങേണ്ടി വന്നു. പെനാൽറ്റിയിലൂടെ യൂസഫാണ് ഈസ്റ്റ് ബംഗാളിന് ലീഡ് നേടിക്കൊടുത്തത്. അതായത് ഐബൻ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുകയായിരുന്നു. അത് പെനാൽറ്റിയാണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പിന്നീട് ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ കളിച്ചു. പക്ഷേ ഗോളുകൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. നല്ല ഒത്തിണക്കത്തോടു കൂടി കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട്. പക്ഷേ ഫൈനൽ തേർഡിലാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഏതായാലും മത്സരത്തിന്റെ 92ാമത്തെ മിനിറ്റിൽ അജ്സലിന്റെ കിഡിലൻ ഹെഡർ ഗോൾ പിറന്നു. അതായത് യബിൻദാസിന്റെ കോർണർ കിക്ക് വരുന്നു. അത് കൃത്യമായി ഹെഡ് ചെയ്തുകൊണ്ട് ഗോളാക്കി മാറ്റാൻ അജ്സലിന് സാധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ സമനില കണ്ടെത്തിയിട്ടുള്ളത്. വിലപ്പെട്ട ഒരു പോയിന്റ് ഇപ്പോൾ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 12ാം സ്ഥാനത്തേക്ക് കയറി വരാൻ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഏതായാലും മോശമല്ലാത്ത രൂപത്തിൽ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മേഖലകളിൽ ക്ലബ്ബ് ഇംപ്രൂവ് ആവാനുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.